ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് ട്യൂലിപ്പ് ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. വളരെ ഈസിയാണ്. ഈ എംബ്രോയ്ഡറി ത്രെഡ് രണ്ടറ്റവും ഒരുപോലെ കെട്ടിയിട്ടെടുത്ത് അടിവശത്തുനിന്ന് കുത്തിയെടുത്തിട്ട് ഈ നടുഭാഗത്തോട്ട് ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യാനുള്ളത് കുറച്ച് അകലം വിട്ടിട്ട് വീണ്ടും കുത്തിയെടുക്കുക. പിന്നെ ഈ നമ്മൾ ആദ്യം കുത്തിയില്ലേ ആ ഭാഗത്തോട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കണം. പിന്നെ അതുപോലെ അടുത്തതും കുറച്ച് അകലം വിട്ടിട്ട് അത് ഇതുപോലെ കുത്തിയിട്ട് ഈ തയ്ച്ചതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇതാണ് സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ ഇത് വലിയ ഗ്യാപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. കുറച്ച് ചെറുതായിട്ട് ചെയ്താലേ കുറച്ച് ഭംഗി ഉണ്ടാവും. പിന്നെ അതിന് ശേഷം നടുവിലോട്ട് നമ്മൾ സൂചി എടുക്കുകയാണ്. നടുവിലല്ല, കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് കുത്തി കുറച്ച് ഗ്യാപ്പ് കൂടുതലിട്ട് ഇതുപോലെ കുത്തിയെടുക്കണം. എന്നിട്ട് ആ സൂചി മുകളിലോട്ട് ആ നൂലിങ്ങനെ എടുത്തിട്ട് വീണ്ടും ചുറ്റി താഴോട്ട് കറക്കിയെടുത്ത് മുകളിലോട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ നല്ല കട്ടിക്ക് കിട്ടും. 2 ലീഫ് നമ്മൾ ലേസി ഡേയ്സ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊറ്റ തവണ ചെയ്യുമ്പോഴത്തേനും ഇതിങ്ങനെ നല്ല കട്ടിയായിട്ട് കിട്ടും. എന്നിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ കുത്തി താഴ്ത്തിയെടുക്കുക. അപ്പോൾ ഒരു ലീഫ് റെഡിയായി കിട്ടും. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കുറച്ചധികം വലിപ്പത്തിൽ ഇങ്ങനെ കുത്തിയെടുത്ത് എന്താണെന്ന് വെച്ചാൽ ട്യുലിപ്പിൻ്റെ ലീഫ് കുറച്ച് നീളമുള്ളതാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലീഫ് എങ്ങനെയാണ് ട്യുലിപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് വീണ്ടും രണ്ടറ്റവും കേട്ടിട്ട് ഒരു നൂലെടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തയ്ച്ചെടുക്കുക. പിന്നെ അത് താഴ്ഭാഗത്ത് ഇതുപോലെ വീണ്ടും തയ്ച്ചെടുക്കുക. നമ്മൾ സാധാ തയ്ക്കുന്ന കൈത്തയിലിടുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റിച്ചില്ലേ, അത് തന്നെയാണ് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ ഫ്ലവർ ബഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ഒരു സ്റ്റിച്ചിൽ മാത്രം ചെയ്തെടുക്കാം. പക്ഷേ ഇതിപ്പോൾ ട്യുലിപ്പ് ചെയ്യുമ്പോഴത്തേനും ഈ നമ്മളിപ്പോൾ ചെയ്തില്ലേ അതുപോലെ വലതുവശത്തും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ചെയ്ത് കുറച്ച് പൊക്ക കൂടുതലുണ്ട്, കണ്ടാൽ അറിയാം. രണ്ടാമത് ആ വലതുവശത്ത് ചെയ്തത് കുറച്ച് താഴ്ത്തിയെടുക്കണം. അതുപോലെ തന്നെ ഇടതുവശത്തും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ 2 മെത്തേഡാണ് കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇങ്ങനെ താഴ്ത്തിയെടുത്ത ശേഷം ആദ്യം നടുവിലോട്ട് നമ്മൾ ചെയ്ത ആ ഒരു തയ്യലിൻ്റെ അടുത്ത് സൂചി ഇങ്ങനെ പൊക്കിയെടുക്കുക. അതിനുശേഷം സൂചിയുടെ പുറകുവശം ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് താഴ്വശത്ത് ഇതുപോലെ കുത്തിയെടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കണം. അതുപോലെ തന്നെയാണ് വലതുവശത്തും ഇടതുവശത്തും ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തേതിൽ നമ്മൾ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ തീരെ ചെറിയ രീതിയിൽ ഇങ്ങനെ കുത്തിയെടുത്തത് കാരണം സൂചി അകത്തോട്ട് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ സൂചി കടക്കുന്ന അളവിനനുസരിച്ച് ഒന്ന് തയ്ച്ചെടുത്താൽ കൊള്ളായിരുന്നു. ഞാൻ തയ്ച്ചപ്പോൾ വളരെ ചെറുതായിപ്പോയി, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടിയത്. ഇത്തിരി വലിപ്പം കൂടുതലുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ട്യുലിപ്പ്. അപ്പോൾ അടിവശത്ത് കെട്ടിട്ടെടുക്കുമ്പോൾ ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് മെത്തേഡ് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു വയലറ്റ് കളറ് ഇതേ സെയിം ഇത് തന്നെയാണ്. 2 തുമ്പും ഒരേപോലെ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അടിവശത്ത് നിന്ന് ആദ്യം കുത്തിയെടുക്കുക. ഇത് ലേസി ഡേയ്സി ചെയ്യുന്നില്ലേ, സെയിം ലേസി ഡേയ്സി തന്നെയാണ്. ഡബിൾ ലേസി ഡേയ്സി 3 ഇതളായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആദ്യം കുത്തിയെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കാണുന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് കുത്തി ഇങ്ങോട്ടെടുക്കണം. ആ മുകളിൽ ആ ഒരു ഭാഗത്ത് ഈ നൂല് ഇങ്ങനെ ഇട്ടെടുക്കുക. എന്നിട്ട് മുകളിലോട്ടൊന്ന് കുത്തിത്താഴ്ത്തുക. ഈ ഒരൊറ്റ ഇതിനെയാണ് സിംഗിൾ ലേസി ഡേയ്സി എന്ന് പറയുന്നത്. നമ്മൾ ഡബിളാണ് ചെയ്യുന്നത്. വീണ്ടും ആ താഴ്ത്തിയ ആ ഭാഗത്ത് നിന്ന് തന്നെ വീണ്ടും എടുത്ത് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ കുത്തിയെടുക്കണം. അതിൻ്റെ തൊട്ട് മുകളിലോട്ടായിട്ട് ഒരു വട്ടം കൂടി ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നൂല് മുകളിലോട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇതാണ് ഡബിൾ ലേസി ഡേയ്സി. എന്നിട്ട് മുകളിലോട്ട് താഴ്ത്തിയെടുക്കുക. അപ്പോൾ ഇത് ഒരു പെറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ട്യുലിപ്പിന് 2 പെറ്റിലും കൂടെ ചെയ്യുന്നുണ്ട്. അത് വലതുവശത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്, ഇടതുവശത്തും അതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ട്യുലിപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് വയലറ്റ് കളർ ചെയ്തതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. കാരണം ഞാൻ ലേസി ഡേയ്സി ഒരുപാട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്, അല്ലാതെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കത് കൂടുതൽ എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. 2ഉം കാണാൻ ഒരുപോലെ തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ ആ ചെയ്യുന്ന മെത്തേഡ് മാത്രമാണ് 2 ടൈപ്പ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.